കയ്യിൽ തൊട്ട് നോക്കട്ടെ. നമ്മളുള്ളത് അടൂരാണ്, പത്തനംതിട്ട അടൂര്. ഇപ്പോൾ നമ്മളെ വിളിച്ച് ചേച്ചിയുടെ പേരെന്താ? ഷൈന ചേച്ചി എന്നെ എനിക്കൊന്ന് 1 മാസം മുമ്പ് കോൺടാക്ട് ചെയ്തതാണ്. അപ്പോൾ എന്താ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഡോഗ് എത്ര കൊല്ലമായി ഇപ്പോൾ അവിടെ ഇപ്പോൾ കിടക്കുന്ന സ്ഥലത്ത് കിടക്കുന്നു? ഇപ്പോൾ 1.25 വർഷം. 1.25 വർഷമായിട്ട് ഇവരുടെ ഒരു ഷെഡിലാണ്. അതായത് ഇതാണ് ഡോഗിൻ്റെ ഓണർ, ഇവിടുത്തെ ചേട്ടൻ ഗ്രഹനാഥൻ ചേച്ചി. അപ്പോൾ ഇവരുടെ കൂട്ടുകാരിയാണ് നമ്മുടെ ചേച്ചി. അങ്ങനെയാണ് എന്നെ കോൺടാക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഷെഡിൽ ഏകദേശം 1.5 കൊല്ലമായിട്ട് ഡോഗ് കിടക്കുന്നു. ഈ കിടക്കാനുണ്ടായ സാഹചര്യം എന്താണ് ചേച്ചിൻ്റെ പേര്? ചേച്ചിയുടെ പേരെന്താ? ശ്രീജി. ചേട്ടൻ്റെ പേര് അനിലേട്ടൻ. ചേച്ചി എന്താണ് നമ്മൾ ആ ഷെഡിൽ ഡോഗിനെ ആക്കാനുള്ള കാരണം ഒന്ന് പറഞ്ഞേ. അവനെ നമ്മൾ ഇവിടെ തന്നെ കെട്ടിയേക്കുമായിരുന്നു. നമ്മുടെ വീടിന്റെ തൊട്ട് ബാക്കിൽ തന്നെ ഒരു കമ്പിയെ കെട്ടിയിട്ടേക്കുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ പലപ്പോഴും ഒറ്റയ്ക്കായിരിക്കും ഞങ്ങളൊക്കെ വെളിയിൽ പോകുന്ന സമയത്ത്. അപ്പോൾ ഇദ്ദേഹം വലുതായിട്ട് മൂങ്ങുമൊക്കെ ചെയ്യുമ്പോൾ നാട്ടുകാർക്ക് അതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നുമ്പോൾ എന്തോ ചെയ്തു. ആരോ ഇതുവഴി കയറി വന്ന സമയത്ത് അവനെ ഉപദ്രവിച്ച് പുറത്ത് നല്ലൊരു പാടുപോലെ നമ്മൾ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആരോ വെട്ടിയതുപോലെ ഒരു പാടുണ്ട്. അതിനുശേഷം തൊട്ട് ഇയാൾ ഞങ്ങളോടായാലും ഭയങ്കര ദേഷ്യത്തെ ആയിരിക്കും. അങ്ങനെ ഒരു ദിവസം ഇയാൾ പിന്നെ നമ്മളടുത്ത് ചെന്ന് ഇരുന്ന് ആഹാരം കൊടുത്ത സമയത്ത് പിന്നെ ഞാൻ ആദ്യമേ ഇദ്ദേഹത്തിനെ കടിക്കാൻ ചെന്ന് അത് പിന്നെ പുള്ളിയെ കൂടുതൽ അടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനായിരുന്നു കൂടുതലായിട്ട് അവനോട് കൂടുതൽ. അപ്പോൾ പിന്നെ ആഹാരമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു ദിവസം കുളിപ്പിച്ച സമയത്ത് ചെവിയിൽ വെള്ളം കയറിയതുപോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തായിരുന്നു. കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചിവിടെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഈ ചെവി ഇങ്ങനെ ചൊറിയുന്ന സമയത്ത് ഇയാൾ ഈ കഴുത്തെ കിടന്ന ബെൽറ്റും എല്ലാം കൂടെ ഊരിപ്പോയി. അതിന് മുമ്പായിട്ട് ഇങ്ങനെ ചെവി ഉറഞ്ഞ് ബെൽറ്റ് പകുതിയോളം ആയപ്പോൾ ഞാനിത് പിടിച്ചിടാൻ ചെന്നപ്പോൾ എന്നെ കടിച്ചു കഴിഞ്ഞപ്പം അത് കഴിഞ്ഞ് ഇയാൾ പതുക്കെ അത് തള്ളി അങ്ങ് പോയി കഴിഞ്ഞ് അടുത്ത വീടുകളിലൊക്കെ ചെന്നപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായി. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായപ്പം കൊച്ചുങ്ങൾ തന്നെ ചോറ് കൊണ്ടുവന്ന് ആ എത്തിൽ വെച്ചിട്ട് അവനെ അതിനകത്ത് കയറ്റിയിട്ട് അങ്ങനെ അത് ലോക്ക് ചെയ്തത്. അപ്പോൾ അതായത് സംഭവം ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ഇവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലായി. ഡോഗ് ഇപ്പോൾ ഒരു ട്രോമയിലാണ്. ഇവിടെ വരുന്ന ആളുടെ ഒരു ക്രൂരത കൊണ്ടാണ് അവൻ അങ്ങനെയായി മാറിയത്. അതിനുശേഷം ചേട്ടനോടായിക്കോട്ടെ ആരോടും ചേച്ചി ഫുഡ് കൊടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നില്ല. ആ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞിട്ട് അവനെ ആ കേജിൽ ഇപ്പോൾ ഷെഡിലാക്കിയതാണ്. അതിനുശേഷം ആള് ഒരു രീതിയിലല്ലേ ഇപ്പോൾ ഒരു രീതിയിലും അടുക്കുന്നില്ല അല്ലേ? നമുക്കും ഭയമാണ് കടിക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ അവൻ ആ ഒരു ട്രോമ കാരണം തന്നെ ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ മനുഷ്യന്മാരെല്ലാം അവനെ ഇനി ഉപദ്രവിക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് അവന് വന്നേക്കുന്നത്. ഇപ്പോൾ നമ്മൾ വന്ന ലക്ഷ്യം എന്ന് പറയുന്നത് ചലഞ്ചോ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് ആ കേജിൽ നിന്ന് ഒരു 1.5 വർഷത്തിന് ശേഷം അവനൊന്ന് പുറത്തിറക്കാൻ പറ്റിയെങ്കിൽ ഹ്യൂമൻ, അതായത് വരുന്ന മനുഷ്യന്മാരാരും അവനെ ഇനി ഉപദ്രവിക്കാനല്ല എന്നൊരു സാധനം നമുക്ക് അവനിൽ ഉണ്ടാക്കിയെടുക്കുക. ആ ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. ഇതാണ്, വേറെ പരിപാടിയൊന്നുമല്ല. അപ്പോൾ ഇത് ചലഞ്ചായിട്ട് നിങ്ങൾ കാണണ്ട. അവനെ ഒന്ന് പുറത്തിറക്കിയിട്ട് ഒരു വരുന്ന ആൾക്കാരും ഇപ്പോൾ പുതിയൊരു വ്യക്തി, ഇപ്പോൾ ഞാൻ പുതിയതാണല്ലോ, ഞാനിപ്പോൾ നിലവിൽ അവനെ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്, അടുത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ആരും അവനെ ഉപദ്രവിക്കാനല്ല, അവൻ പഴയതിലേക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവനെ ആ കേജിൽ നിന്ന് ഇറക്കിയിട്ട് ചേട്ടൻ്റെ കയ്യിലും ചേച്ചിയുടെ കയ്യിലും ഒന്ന് കൊടുത്ത് അവൻ ഇനി ഇവനെ ആരും ഉപദ്രവിക്കുന്നില്ല എന്നൊരു ഫീൽ വരുത്തിയെടുക്കുക എന്ന് മാത്രമേ നമ്മുടെ ലക്ഷ്യമുള്ളൂ കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുള്ളൂ. അതാണ് നമ്മുടെ പരിപാടി. വേറെ ചലഞ്ചായിട്ടൊന്നും കാണണ്ട. പക്ഷേ അവൻ ചിലപ്പോൾ കടിക്കാതിരിക്കാം. അതൊക്കെ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് അവനെ ഞങ്ങൾ വന്നപ്പോൾ പറഞ്ഞത് ഇവിടെ ആയിരുന്നു അവനെ കെട്ടിയിട്ടുണ്ടെന്ന്. ഇതേ ആ ഭാഗത്താണ് കെട്ടിയിട്ടുണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് അവന് ഈ പറഞ്ഞ പോലെ തല്ല് കിട്ടുന്നതും കാര്യങ്ങളും. അതിന് ശേഷമാണ് അവൻ മാറുന്നതും അവൻ്റെ ക്യാരക്ടർ മൊത്തം മാറുന്നതും. ഇപ്പം അങ്ങനെ ഈ കാണുന്ന സ്ഥലത്തേക്ക് അവനെ മാറ്റി കേട്ടല്ലോ. അപ്പോൾ ഇതാണ് പേരെന്താ? ബബുലു അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ബബുലുവേ. അപ്പോൾ ഇതിലാണ് ബബുലു ഈ ഒരു 1.5 കൊല്ലമായിട്ടുള്ളത്. അപ്പം നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. നമ്മൾ ചുമ്മാ അവനൊന്ന് പുറത്തിറക്കി നടത്തി ഇത് ഇവനെ വരുന്ന ആൾക്കാരൊന്നും അവനെ ഉപദ്രവിക്കുന്നതല്ല, നമ്മൾ വരുത്തി തീർക്കുക. അതാണ് ക്യാരക്ടർ. നമുക്ക് അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു. അല്ല ബബുലുവേ, ഞാൻ നിന്നെ തല്ലാനൊന്നും വന്നല്ല, മനസ്സിലായോ? എന്താ ബബുലിന് പറ്റിയെന്താ? ബബുല് പിന്നെ ഭയങ്കര ടെററായിന്ന് കേട്ടല്ലോ കുറേ ആയിട്ട്. ഇങ്ങ് വന്നേ കൊച്ചിങ് വന്നേ. ബബുലേക്ക് വന്നടാ, വന്നേ, എണീറ്റ് വന്നു ഇവിടെ ബാ. ബബുലു എന്താണ്? ഞാൻ തല്ലാനൊന്നും വന്നല്ല നിന്നെ, മനസ്സിലായല്ലേ? നമുക്ക് പഴയതുപോലെയൊക്കെ ഒന്ന് വീണ്ടും പുറത്തൊക്കെ പോകണ്ടേ? പഴയതുപോലെ നമുക്ക് വീണ്ടും പുറത്തൊക്കെ പോകണ്ടേ? വന്നേ ഇവിടെ വന്നടാ ബബുലു. കൈ കടിക്കണം, വിരല കടിക്കണം. ബബുലുവേ എന്താണ് ഒരു ഉമ്മ വെച്ച് എണീറ്റ് വന്നേ. പിന്നെ അവരെ കാണുന്നതാണ് ആരും. ഇങ്ങ് വന്നേ ബബുലു, വാടാ. ചെവിയിൽ അന്ന് വെള്ളം കയറിയ കേട്ടോ. ഈ സൈഡിലേക്ക് ഒരു ചെരുവ് കണ്ടില്ലേ? ഒരു ചെരുവൊക്കെ അല്ല ബബുലു? കേട്ടെ, ഒട്ട് നോക്കട്ടെ.
തൊട്ട് നോക്കട്ടെ, തലയിൽ തൊട്ട്, കയ്യിൽ തൊട്ട് നോക്കട്ടെ, കഞ്ഞിക്കയിലൊക്കെ തൊട്ട് നോക്കട്ടെ, കയ്യിൽ തൊട്ട് നോക്കട്ടെ. ഒരു അതൊക്കെ നമുക്ക് എഡിറ്റിങ് കട്ട് ചെയ്യാം. നോ 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 അല്ലേ? ശരിയാക്കട്ടെ ശരിയാക്കട്ടെ. എന്താണ് അതായത് ഇപ്പോൾ ഇവിടെ ഒരു ഇൻട്രസ്റ്റ് നടന്നു വെച്ചാൽ ഇവിടെ ഇതൊരു പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ അറിയുമോ? ഇവിടെ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡോഗിനെ ബൈ ചാൻസ് ഇവർ തൽക്കാലത്തേക്ക് ഒന്ന് കയറ്റിയാണ്, പിന്നത്തെ ഇറക്കാൻ പറ്റിയിട്ടില്ല. അതാണ് സംഭവം. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇതിൽ നെഗറ്റീവ് കാണുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇവനെ ഒന്ന് ഫ്രീ ആയിട്ട് നിങ്ങളത് പുറത്തിറക്കിയിട്ട് ഇന്ന് ഇവർക്ക് കൊടുത്താൽ മതി, പ്രശ്നം കഴിഞ്ഞു. അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവ് കാണുന്ന ആൾക്കാർ, ഇത് ബൈ ചാൻസ് സംഭവിച്ചൊരു കാര്യമാണ്, നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന കാര്യമാണ്. ഈ ഡോഗിനകത്ത് കയറി കഴിഞ്ഞ് അവനെ ഇറക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ മനസ്സിലായില്ലേ? അതാണ് ഇവർ നേരത്തെ പറഞ്ഞത്. ഈ ബൈ ചാൻസിൽ ജസ്റ്റ് അവനെ ഇറങ്ങി നടന്നപ്പോൾ അവനൊന്ന് ഫുഡ് കൊടുത്ത് തൽക്കാലത്തേക്ക് കയറ്റിയാണ്. ആ കയറ്റിൽ പിന്നെ അവനെ പുറത്തിറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സംഭവം. ഇവിടെ ഞാൻ ഇത് എഡിറ്റിങ്ങിൽ എങ്ങനെയാണ് വരുന്നത് ഞാൻ നോക്കട്ടെ, പറ്റുമെങ്കിൽ ഞാൻ കട്ട് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് കൊടുത്തൊരു സാധനമാണ്. അറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, കോഴിക്കോടും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കയറ്റിയൊരു സാധനമാണ് ഈ ഡോഗിനെ ഇതിൻ്റെ ഉള്ളിൽ. കൊച്ച് ഈ അഴിഞ്ഞു പോയി എന്ന് പറഞ്ഞല്ലോ, അഴിഞ്ഞു പോയപ്പോൾ ഫുഡ് കൊടുത്ത് തൽക്കാലത്തേക്ക് കയറ്റിയാണ്, പിന്നെ അവനെ ആ കുട്ടീനെ ഇറക്കാൻ പറ്റില്ല. അതാണ് സംഭവം കേട്ടോ, വേറെ ഒന്നുമല്ല. ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് വെച്ചാൽ ഇതിനുള്ളിൽ നിന്ന് ഇറക്കി ഇവനെ ഫ്രീ ആക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഓക്കെ, ബബുലേക്ക് വന്നേ. ബബുലു ബബുലു ഈ കണ്ടിട്ട് നിനക്ക് തല്ലുന്നുണ്ടോ നിനക്ക്? എന്താണ് വന്നേ? ബബുലിങ് വന്നേ, കൊച്ചിങ് വന്നേ. ഇങ്ങോട്ട് വാടാ ആദി. ബബുലുവേ ഇങ്ങോട്ട് വാ. ഇതാണ് അപ്പം ബബുലു. ഇതിൽ വേറെ കാര്യമുണ്ട്. ഇവിടെ ഇവൻ ഈ ഒരു കമ്പി ദ്രവിച്ചിട്ടുണ്ട്, അറിയാലോ. ഇതിനുള്ളിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റുന്നില്ല എന്നവർ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇതിനിടയിൽ കൂടെ അവൻ ഇറങ്ങി പോകാനുള്ള ശ്രമമൊക്കെ നടത്തിയായിരുന്നു. ഇറങ്ങിപ്പോയാൽ ചിലപ്പോൾ തിരിച്ച് കിട്ടാനും ഒരു ബുദ്ധിമുട്ടുണ്ട്. ബബുലു ഇങ്ങ് വന്നടാ. ബബുലു ഇങ്ങ് വന്നേ കൊച്ചു, ഇങ്ങ് വന്നേ. ഇവിടെ വന്നേ നീ ഇതിലാ തലയിട്ട് നോക്കിയാൽ ഞാൻ വന്നപ്പോൾ. ഇങ്ങ് വന്നേ, വാ. ഇവിടെ കാണാൻ ബബുലു. എടാ ഇവിടെ കാണാൻ ബബുലു. വാ കൊച്ചിങ് വന്നേ, നമുക്കൊന്ന് പുറത്തിറങ്ങി പോകണ്ടാവുമല്ലോ. ഓ, ആ ചെവീൻ്റെ സീൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ അവന്. അത് വെള്ളം പോയിട്ട് എത്ര കാലം ചേച്ചി? ഈ കുടച്ചിലുണ്ട് തലയല്ലേ? തട്ടി ഇവിടെ ഒരു ചെറിയൊരു ഈ വെയിനിന് എന്തോ ഒരു സീനുണ്ട് കേട്ടോ അവന്. അച്ഛനിപ്പോൾ ഇതിലെ വരും കേട്ടോ. അല്ല ബബുലു, കൊച്ചിക്ക് വന്നേ. ചേട്ടാ അങ്ങോട്ട് കയറി കേട്ടെ. ബബുലു അങ്ങോട്ട് കയറി കേട്ടോ അതിൻ്റെ അടുത്തേക്ക്. എവിടെയാണ് ബബുലുവേ? എവിടെ കാണുന്നില്ലേ? ആദി അവനെ കാണുന്നില്ല, നീ അപ്പുറം കൊണ്ട് വരും. ബബുലു എന്താണ് ബബുലു? നമുക്കൊന്ന് പുറത്തിറങ്ങി പോകണ്ട ബബുലു. പുറത്തിറങ്ങി പോകണ്ട. ക്യാമറമാൻ നമ്മുടെ ക്യാമറമാൻ ആദി ബബുലു ഫയർ. എടാ എൻ്റെ സ്ലിപ്പ് ലിസ്റ്റിംഗ് എടുത്തിട്ടാ. ഇട്ടാ മതി ഇങ്ങോട്ട് ഇട്ടാ മതി. ബബുലുവേ, എടാ ബബുലു, നമുക്കേ ചങ്ങലേക്ക് ഇട്ടൊന്ന് പുറത്തു പോയാലോ? ചങ്ങലേക്ക് ഇട്ടൊന്ന് പുറത്തു പോയാലോ? പറയുന്ന ബബുലു എന്താണ് ഇത്ര കച്ചറ? എന്തിനാ? ഒരു ഉമ്മരാ ഞാനൊരു ഉമ്മ വെച്ചേ. ഇങ്ങ് വന്നേ നോക്കി, ചേട്ടൻ്റെ കാര്യം ചേട്ടി ഇങ്ങ് വന്നേ. ബബുലു പോയല്ലേ, പിണങ്ങാ. വാ ഉച്ചയ്ക്ക് വന്നേ, വാ നീ കയറി വന്നേ. ഞാൻ ശുഞ്ഞാവിങ് വന്നു, ചുട്ടുമണിങ് വന്നു ചോദിക്കട്ടെ. എൻ്റെ ബബുലു മോനിങ് വന്നു. ഒരു ഉമ്മ ഒരു ഉമ്മ. ബബുലു ഒരു ഉമ്മ ബബുലു. ചേട്ടാ ഒരു ഉമ്മ ഇങ്ങ് വന്ന. സുന്ദരനാണല്ലോ ഇങ്ങ് വന്നേ. ഭയങ്കര ഗ്ലാമറാണല്ലോ. സുന്ദരനാണല്ലോ എൻ്റെ കൊച്ചി. ഇങ്ങ് വന്നേ, വാ ബബുലു മോനിങ് വാ. വാടാ ഇങ്ങോട്ട് വാ. നമുക്കൊന്ന് പുറത്തിറങ്ങിപ്പോയാലോ ബബുലു? ചേട്ടാ ഇത് പുറത്തു കൊണ്ടോട്ടെ കൊച്ചിനെ? കൊണ്ടോട്ടെ ബബുലിനെ കൊണ്ടോട്ടെ? ചേട്ടാ ഇത് പുറത്തു കൊണ്ടോട്ടെ ബബുലു? അങ്ങോട്ട് വരാം ഇങ്ങോട്ട് വരട്ടെ. വാ ബബുലു വാ. അത് നിങ്ങൾ പറ, അവൻ നിന്നേക്ക് വരുള്ളൂ. ബബുലു എടാ ഇങ്ങ് വന്നേ. ബബുലു ഇങ്ങ് വന്നേ. വാ ബബുലു ഇങ്ങ് വന്നേ. വാ ഇവിടെ വാടാ. എൻ്റെ ബബുലു ഇങ്ങ് വന്നേ. വാ
കൊച്ചിക്ക് വന്നേ. ചേട്ടാ ഒന്ന് പുറത്തു കേട്ടോ ബൗലു തന്നെ. ഇങ്ങ് വന്നേ. വാ ചേട്ടാ കൊണ്ടാ വാ. ഇവിടെ വാടാ. എടാ ഇവിടെ വാടാ. ഇവിടെ വാടാ. അത് കാണില്ല. അത് നീ ഇപ്പുറം വന്നു. ബബുലിനെ കാണണമെങ്കിൽ ഞാനിപ്പോൾ അവിടെ പോയി നിന്നാലും നിനക്ക് കാണാൻ പറ്റും. സ്ഥലപരിമിതി കുറവാണ്. അപ്പോൾ ബൗലിനെ അത്ര ക്ലിയർ ആയിട്ടൊന്നും കാണുമൊന്നുമില്ല. ചേച്ചി അങ്ങോട്ട് പോയിക്കോ. ചേച്ചി ഇങ്ങോട്ട് വരണ്ട. അല്ലത് മറ്റേത് മാറ്റണ്ട അല്ലേ? ബൗലിനെ കുറച്ച് ബൗലിനെ കണ്ടാൽ മതി കുറച്ചൊക്കെ. കൊച്ചിക്ക് വന്നേ. ഇത് ബബുലു മോർണിംഗ് വാ. വാ ബൗലു വാ. പോവാ. പോയാലോ ബൗലു വാ. ഭാഗ്യം ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് വിട്ട് ബൗലു ഇതിലൊരു ഓട്ടം ഓടും. പിന്നെ ബൗലിനെ പിടിക്കാൻ പറ്റുന്നില്ല. അല്ലേ ബൗലു? ബൗലേ ബബുലു മോനെ. ഇല്ല കേട്ടോ. ഇല്ല ചേട്ടായൊന്നും ചെയ്യാനല്ല കേട്ടോ. അപ്പോൾ ബബുലു ഓൾറെഡി ഇപ്പം നമ്മളൊന്ന് ലീസ് ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എന്നാ നമ്മൾ ഇതിലൊന്ന് പുറത്തിറക്കി തന്നെ നടത്തി ഇന്ന് ട്രസ്റ്റ് വരുത്താൻ മാത്രമേ ഉള്ളൂ. ബബുലു പോവാ. എന്നിട്ട് അതിങ്ങ് പോരെ. ഇല്ല ബബുലു ഇല്ല. ഇല്ലടാ പോവാ നമുക്ക്. പോണ്ട നമുക്ക് ഈ ടൗണൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പോഴേ നിങ്ങൾ വിളിക്കുമ്പോൾ പറയുന്നത് വേണ്ട. ഞാൻ പറയാതെ നിങ്ങളാരും അവനെ ഈ പറഞ്ഞ കൊഞ്ചിക്കാൻ വരണ്ട, തലൊടിക്കാന്ന് വരണ്ട കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വന്നാൽ മതി. ഞാൻ തരുമ്പോൾ നിങ്ങൾ വാങ്ങിയാൽ മതി. അതിനുള്ളിൽ ഞാനിപ്പോൾ അതുപോലെ കൊണ്ടുപോകുവാണെങ്കിൽ കിന്നരിക്കാനോ ഒന്നിനും വരണ്ട. ഞാൻ പറഞ്ഞിട്ട് മാത്രം എൻ്റെ അടുത്തേക്ക് വന്നാൽ മതി കേട്ടല്ലോ. കാരണം അവനൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം ആദ്യം. അപ്പോൾ നിങ്ങളോട് പോലും ട്രസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ ഏതിനാണ് ഇവനെ ആൾക്കാരെന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ആ ഒരു മൈൻഡ്. ഇപ്പോൾ ഞാൻ കടിക്കാൻ വന്നാലും നിങ്ങളാരും പിടിക്കാനൊന്നും വരുന്നും വേണ്ട. അത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. അപ്പോൾ ഒരു ഡിസ്റ്റൻസ് ഇട്ട് കീപ്പ് ചെയ്ത് പിടിക്കാം. മോനെ വാടാ. ചിലപ്പോൾ ഇറങ്ങി അവിടെ തന്നെ ബൈറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. വാടാ ഓടിയാ. ഇതിൻ്റെ പേര് ബബുലു അല്ലേ? ബബുലു വന്നേ. എടാ ബബുലു വാടാ. നമ്മൾ പോവാ. ബബുലു കൊച്ചു ബബുലു എടാ വാടാ. ഞാനല്ലേ വിളിക്കുന്ന. ഒന്നും ചെയ്യാനല്ലോ എന്നെ. ചേട്ടൻ ചെയ്യുന്നില്ലല്ലോ ബബുലുവിനെ. നമുക്ക് ടൗണിലൊക്കെ ഒന്ന് പോയിട്ട് വരാം. അതിൽ ഫീഡ് ചെയ്ത് പുറത്തിറക്കണോടാ. അല്ല എന്നാലും ചിലപ്പോൾ ഫീഡ് ചെയ്ത് പുറത്തിറങ്ങി വന്നാലോ. വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും തീറ്റ ഉണ്ടോ ഇവന് കൊടുക്കുന്നത്? എന്തെങ്കിലും ഇഷ്ടമുള്ള നന്നായി. കാരണം നമ്മളിതിപ്പോൾ അവൻ ഇങ്ങോട്ട് വലിക്കുമ്പോൾ അവൻ അങ്ങോട്ട് വലിക്കുകയാണ്. ഒന്നാമത് അവൻ്റെ ഇവിടെ ഒരു പെയിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ലീഷിട്ടിട്ട് വലിക്കുമ്പോൾ അവൻ ആ ചെവിക്ക് ഇതുണ്ട്. അപ്പോൾ നമുക്ക് വേണം വലിച്ച് പുറത്തി അടിക്കാം. പക്ഷെ അതിലൊരു അർത്ഥമില്ലല്ലോ. നമ്മൾ ട്രസ്റ്റ് ഉണ്ടാക്കി എടുക്കുകയാണല്ലോ. അപ്പോൾ അവനെ ജസ്റ്റ് ഒരു കാര്യം ചെയ്യും. എന്തെങ്കിലും അവന് ഇഷ്ടമുള്ള സാധനം കൊടുത്തിട്ട് അവൻ പുറത്തേക്ക് വരുമെന്ന്. അതില്ല അവന് വലിക്കാതിരിക്കാൻ കാരണം എന്താ അറിയോ? അതുകൊണ്ടോ അവൻ കഴുത്ത് ഇങ്ങനെ ഇതുണ്ടോ അവൻ കഴുത്ത് വെച്ച് ആ ചെവി വെച്ചതുണ്ടോ. അപ്പോൾ ആ ഒരു തല്ലും ബഹളം എല്ലാം കൂടെ ആയിട്ട് അവനിവിടെ കണ്ടോ ആ ഒരു ഇഞ്ചുറി ഉണ്ട് കണ്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കിടന്ന് വലിച്ചാൽ അവന് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ എന്നാ ഇതാ തിന്നോ. എൻ്റെ കൊച്ചി തിന്നോ. ശുഞ്ഞാവ് തിന്നോടാ. എൻ്റെ ശുഞ്ഞാവ് തിന്നോത്. കേട്ടോ. എന്നാ ഇത് സെക്കൻഡ് സമയത്ത് ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വലിക്കും, പുറത്തിറക്കും. ചിലപ്പോൾ നമുക്ക് അടി കിട്ടും. അതുകൊണ്ട് കുറച്ച് മാറി നീയൊക്കെ. എന്നാ ഒരു കഴിച്ചു. മേലെ കറിയോ. ആദ്യം മുമ്പോട്ട് വെക്കണം. അങ്ങോട്ടല്ല ഇങ്ങോട്ട്. പറമ്പിലാണോ പോകുന്നത്? എന്നാ പറമ്പിൽ പോ. ആളങ്ങോട്ട് ഫയറാണ്.
ചേച്ചി വന്ന ചേച്ചി. ഇതിനുള്ളിൽ വിട്ട് പിടിച്ചോ. പേടിയൊന്നുമില്ലല്ലോ. ചേച്ചിയുടെ പട്ടിയാ, ഒന്നും പേടിക്കണ്ട. ഇനിയിപ്പോൾ കടിച്ചു വെച്ചൊന്നും ആകാശടിഞ്ഞു വീഴാനൊന്നുമില്ല. ബാക്കി കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഓക്കെ, ജസ്റ്റ് അവനെ പിടിച്ച് ചേച്ചി നടന്നാൽ മതി. അങ്ങോട്ടൊന്ന് പോയിട്ട് വേണമെങ്കിൽ അവനെ വിളിച്ചങ്ങ് പോക്കും. ബബുലൊന്ന് വിളിച്ച് ഫോൺ. അല്ല, അവൻ അവിടെ പോയി ചേച്ചി നടത്തിയിട്ട് വന്നാൽ അങ്ങ് പൊക്കോ. പിടിച്ച് ചോദിച്ചാൽ അങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ കൊടുത്തിക്കോ. വേറെ ആളടുത്തേക്ക് കൊണ്ടുപോകണ്ട. ചേച്ചി കൊണ്ടുപോക്കാം, അവനെ കൊണ്ടുപോക്കോ. വിളിച്ചങ്ങ് പോക്കോ. ഇടയ്ക്കൊന്ന് പേരൊക്കെ വിളിച്ചിട്ടോ ബബുലുവിനെ. ഒന്നര കൊല്ലമായതിൻ്റെ ഒരു അല്ലേ, അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നല്ലോ അവൻ അപ്പീടൽ, അതെല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ ആയതുകൊണ്ടുള്ളൊരു. അതിൽ മോളെന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുമോ, എന്തെങ്കിലും ചെയ്താൽ മതി. അവന് എല്ലാവരും ചേട്ടനോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുമോ, ബിസ്ക്കറ്റ് കൊടുക്കുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. ചേച്ചി അത് ഊരിപ്പോല്ലേ ഒന്ന്. ആ വേണ്ട, താഴെ വേണ്ട. പിടിച്ചോ മുറുകെ പിടിക്കണം. താഴത്തൊന്നും ഇപ്പോൾ കൊണ്ടുപോകണ്ട. ഇല്ല, അങ്ങനെ ഒരു പോവില്ല ചേച്ചി. ആവുന്ന അവൻ അങ്ങോട്ട് ലൂസായി പോകുമ്പോൾ ജസ്റ്റ് ടൈറ്റ് ചെയ്താൽ മതി. ഏത് വഴി ഉണ്ടാക്കാം. ഇപ്പം എന്തായാലും അവന് കുറച്ചൊന്ന് ഇതാക്കട്ടെ, നിങ്ങളുമായിട്ടൊന്ന് മിങ്കിളാകട്ടെ. വേണം കൊച്ചെന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കൊടുത്താണെങ്കിൽ അവർ ബാക്കിയുള്ളവരോട് മാറി നിന്നിട്ടേ കൊച്ചും ചേട്ടനും മാത്രം എൻ്റെ മുമ്പിൽ നിന്നാൽ മതി. കൊച്ചെന്തെങ്കിലും ബിസ്ക്കറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോറോ ചിക്കനോ എന്തെങ്കിലും കറി എന്തെങ്കിലും ഉണ്ടോ ഇട്ട് കൊടുത്താൽ അവന്. ഇഷ്ടപ്പെട്ടില്ല ബിസ്ക്കറ്റ്. വേണ്ട ചേട്ടൻ ഇപ്പോൾ വിളിക്കണ്ട. ഒരു മിനിറ്റ് ഇപ്പോൾ വിളിക്കണ്ട. എന്നാ നമ്മളാ മറ്റേ ആ സാധനമാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്, ചങ്ങലയല്ലേ? അങ്ങനെ ഇടുന്ന ഇവനെ ചേച്ചി ഒരു ട്രസ്റ്റ് ആയിട്ടുണ്ടോ ആദ്യം? ചേച്ചി ഇടാൻ ചങ്ങല സമ്മതിച്ചൊന്നും വരില്ല. ചെവിൻ്റെ അവിടെ വേദനയുണ്ട്. താഴോട്ട് കൊണ്ടൊക്കെ ചേച്ചി. ആ ചങ്ങല ഇതിപ്പോൾ അവർ വാങ്ങി വെച്ച ചങ്ങല ഇവിടെ ചങ്ങല ഇരിപ്പുണ്ട്. ചങ്ങലയും ബെൽറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ചങ്ങലയും ബെൽറ്റ് അവൻ ഇടാൻ ഒരിക്കലും അവൻ ദേഹം നോക്കുന്നതുകൊണ്ട് അതിനവൻ സമ്മതിക്കില്ല. ബബുലുവേ, എടാ ബബുലു, ഇല്ല എന്നോട് അത്ര ഒരു ഇപ്പം എന്നോട് ചേച്ചിയോട് മാത്രം ഒരു ബോണ്ട് നിന്നിട്ടുണ്ട്. മറ്റേതിപ്പോൾ ആദ്യം അടുത്തേക്ക് വരുമ്പോഴും അവൻ പല്ലടിച്ചിന് വരുന്നത് അവരൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ബബുലെന്ന് പേര് വിളിച്ചാലും നമ്മൾ ചാർജ് ചെയ്യുന്നില്ല. മറ്റേ നേരത്തെ ഇവരെ വിളിക്കുമ്പോൾ ചാർജ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. ബബുലുവേ, ചുമ്മാ നിൽക്കുമ്പോൾ തന്നെ ചാർജ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു അല്ലേ? ബബുലു, എടാ ബബുലുവേ, എന്താ ബബുലു? അത് കുഴപ്പമില്ല, അങ്ങനെ അത്ര അടുത്തൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ ചാർജ് ചെയ്യുന്നുണ്ട് വെറുതെ ഒരു കടി. അതെ, അതാണ് ഇപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ പട്ടി പണ്ട് മുതലേ ഭീകരനല്ലല്ലോ. അവൻ ഈ ഒരു ഇൻസിഡൻറ്റ് ഇവനെ ഉപദ്രവിച്ചുകൊണ്ടാണ് വരുന്ന ആൾക്കാർ മൊത്തം ഇവന് തല്ലാന്നുള്ളൊരു ധാരണ അവന് വന്നേക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ രണ്ടുപേരും ഇപ്പോൾ എന്നോട് ആ ഒരു ധാരണ ഇല്ല. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം നമ്മൾ നേരെ ചേച്ചിയുടെ അടുത്ത് നിന്ന് തന്നെ ചാർജ് ചെയ്തത്. ഇപ്പോൾ ആദ്യം ക്യാമറമാൻ അടുത്തേക്ക് വന്നപ്പോൾ കണ്ടില്ല, അവൻ പെട്ടെന്ന് ചാർജ് ചെയ്യാൻ വന്നല്ലോ. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കയറി ചേച്ചി. 2 സ്റ്റെപ്പ് ചേച്ചിയും എടുത്ത് വെച്ചേ. എന്നിട്ട് വിളിച്ചു നോക്കി. അവനെ മോൻ കാണിക്കാൻ ചേച്ചിയും ഉള്ളിലേക്ക് എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു, ഉള്ളിൽ നിന്ന് വിളിച്ച്. അതങ്ങ് അടക്കി ഇറങ്ങി വരാൻ പതുക്കെ അടച്ചേ. ചാടിപ്പോരായിരുന്നു. എന്തൊക്കെ കഷ്ടപ്പാടാണ്, അത് ഊരിപ്പോയി. എന്തൊക്കെ കഷ്ടപ്പാടാ വെച്ചിനെ, എന്തൊക്കെ കഷ്ടപ്പാടാണ് നമുക്ക്. പക്ഷേ എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട. കുറച്ച് പുറത്തിറങ്ങിയില്ലായിരുന്നോ?
എന്താണ് ഏ ഏ സുന്ദരനായിരുന്നല്ലോ കൊച്ച്, സുന്ദരനായിരുന്നല്ലോ പുറത്തിറങ്ങിയിട്ട്. സുന്ദരനായില്ലായിരുന്നോ പുറത്തിറങ്ങിയിട്ട്? ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിറങ്ങുമോ പുറത്ത്? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങോ? ഇറങ്ങോ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്? ഇടയ്ക്കിടയ്ക്ക് നീ പുറത്തിറങ്ങോ ഇങ്ങനെ? ഇങ്ങനത്തെ റോപ്പില്ലേ, ഈ ലീഷല്ല, മറ്റേ ലീഷ് ഉണ്ടാവും. ഇപ്പം നമ്മളെ ചേച്ചി ഇപ്പം ജസ്റ്റ് ഇപ്പം ഇങ്ങനെ നിന്നിട്ട് അവനെ എന്താക്കുക, ഇങ്ങനെ തുറന്നിട്ട് ഞാൻ ഇടുന്ന പോലെ ലീഷ് ഇടുക. ജസ്റ്റ് വേണമെങ്കിൽ ചേച്ചി എൻ്റെ 2-3 വീഡിയോ എടുത്ത് നോക്കിയാൽ ഞാൻ ഇങ്ങനെ ഇടുന്നത്. ജസ്റ്റ് ഒരു പകുതി തുറക്കുക. ഈ ലീഷിൻ്റെ വേറെ ലീഷുണ്ട്, അത് ചുമ്മാ കഴുത്തി ഇടുക. 2 ദിവസം കൊണ്ടെടുക്കുക, 2-3 ദിവസം കൊണ്ടെടുന്നാലേ ഈ നടക്കുള്ളൂ. ഇല്ല ഇപ്പം നമ്മൾ വലിയ സാഹസികം കാണിച്ച് പുറത്തിറങ്ങി നടത്തി കാണിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ അതിൽ ഇടപെടാതെ ഈ സംഭവം മാറില്ല. പിന്നെ ചേച്ചി 2 ദിവസം കൊണ്ടെടുക്കുക, അത് കഴിഞ്ഞ് കൊച്ചിലേക്ക് കൊടുക്കുക, അത് കഴിഞ്ഞ് ചേട്ടനേക്ക് കൊടുക്കുക. അങ്ങനെ അപ്പോൾ ചേട്ടൻ ഇടയ്ക്കൊക്കെ ഒന്ന് സംസാരിച്ചാൽ മതി. പിന്നെ ചേച്ചിക്കൂടെ നടക്കുമ്പോൾ അവൻ ചേട്ടനോട് നേരെ കുറച്ച് ചാടുന്നുണ്ടെങ്കിൽ ആ ഭാഗം മൈൻഡ് ചെയ്യണ്ട, ചേച്ചിയും പട്ടിയും പൊക്കോട്ടെ, നമ്മളതിൻ്റെ പുറകെ പോകരുത്. ഒരു ഇത് വന്നു കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാവുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പം ഈ പറഞ്ഞ പോലെ ചേട്ടനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കയറും. നമ്മളോട് അത്രയും അടുത്തൂടെ പോയാലും അവിടെ നിന്ന് കടിക്കാൻ വന്നില്ല. അപ്പോൾ എന്നോട് ട്രസ്റ്റ് വന്നു, അതുപോലെ ചേച്ചിയുടെ ട്രസ്റ്റ് വന്ന്, അത് കഴിഞ്ഞ് ചേട്ടൻ ട്രസ്റ്റ് വന്ന്. ചേച്ചിയുടെ ഓക്കെയാണ്, ചേട്ടനോട് വന്നു കഴിഞ്ഞാൽ ഓക്കെ ആവുള്ളൂ. ഈ വീട്ടിൽ ആരും അവനെ തല്ലുന്നില്ലെന്ന് കണ്ടാലേ അവൻ ഓക്കെ ആവുള്ളൂ, ഇല്ലാതെ പിന്നെ മാറില്ല. അങ്ങനെ മാറിയിട്ട് ചേച്ചിക്ക് സുഖമായിട്ട് വേണമെങ്കിൽ ലീഷിടാം, മറ്റേ ചങ്ങലിടാം. പക്ഷേ ചങ്ങലിട്ടാലും ഞാൻ പറയുമ്പോൾ ഇവിടെ ഇത് അല്ലെങ്കിൽ ഒരു കേജ് ഉണ്ടാക്കണം, ചെറിയൊരു കൂടുണ്ടാക്കിയിട്ട് കൂടി കയറ്റണം. ഇതിന് മാറ്റിയിട്ട് വേണമെങ്കിൽ അവിടെ വല്ലതും കൂടുണ്ടാക്കി വെക്കുമോ, അല്ലെങ്കിൽ ഇവിടെ വല്ലതും കൂട് സെറ്റ് ചെയ്തിട്ട് എന്നിട്ട് കൂട്ടി കയറ്റി അത് നടക്കുള്ളൂ. പിന്നെ ഇപ്പോൾ എത്ര വയസ്സുണ്ട്? 3 വയസ്സ്. അപ്പോൾ നമ്മളത് ഇനി അതുമായിട്ടും ജസ്റ്റ് ഒന്ന് പൊരുത്തപ്പെട്ട് പോകാൻ മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങൾ വല്ലാതെയും കളയാതെ വെച്ചോണ്ടിരുന്നു ഇത്രയും കാലം. അപ്പോൾ പിന്നെ അവരുടെ ലൈഫ് നമ്മൾ നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും നമ്മൾ വാങ്ങി വളർത്തിപ്പോയില്ലേ.